നമ്മൾ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് BM ബിർള പ്ലാനറ്റോറിയം ആൻഡ് സയൻസ് സെൻറ്റർ. ബിർള മന്ദിറിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 300 രൂപയാണ്. ഇവിടുത്തെ പ്ലാനറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർസിനെയും കോൺസ്റ്റലേഷൻസിനെയും പ്ലാനറ്റ്സിനെയും എല്ലാം പരിചയപ്പെടാം. അതുപോലെ തന്നെ ഉൽക്കയുടെ ഭാഗങ്ങൾ, അത് ചന്ദ്രനിൽ നിന്നുള്ള മണ്ണ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതെ, സയൻസ് സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു സെക്ഷനുണ്ട്. ഇവിടെ നമുക്ക് പല ഉപഗ്രഹങ്ങളെയും റോക്കറ്റിൻ്റെ പാർട്സും ഇതൊക്കെ കാണാം. പിന്നെ അതെ, ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ്, ഓപ്റ്റിക്സ്, മെക്കാനിക്സ്, ഇല്യൂഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കുറേ ബേസിക് പ്രിൻസിപ്പിൾസ്, സയൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മൾ പൈറോസ്കോപ്പിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗിയറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന എക്സ്പെരിമെൻ്റാണ്. ഇതുപോലെ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നമുക്കിവിടെ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഡൈനോസേറിയം. ഇവിടെ ആന്ധ്രാപ്രദേശിലെ യെല്ലമപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയ ഏകദേശം 160 മില്യൺ വർഷം പഴക്കമുള്ളൊരു ഡൈനോസറിൻ്റെ ഫോസിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.